ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ അത്യാവശ്യമായി രാധിക അഭിനയിക്കുന്ന ലൊക്കേഷനിലൊന്ന് പോണം. എന്താ? ആ സിനിമ പൂർത്തിയാവാൻ പാടില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ രാധികയ്ക്ക് എന്തെങ്കിലും പറ്റണം. രാധിക സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മയുടെയും മകളുടെയും വേദന അവളുടെ ഉള്ളിലുണ്ട്. അവളറിയാതെ അത് പുറത്തു വരുന്നത്. ഇത് മോള് ശരിക്കും കരഞ്ഞതാ ഏട്ടത്തി. ശ്യാമേ, നന്നാവട്ടെ. ഈ ഒരു സിനിമ കൊണ്ട് തന്നെ അവൾ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. വിട്ടുകള കൽപ്പനെ. ഒരു മാലയല്ലല്ലോ നമ്മുടെ പ്രശ്നം. അത് അവൾ കൊണ്ടുപോവാണേ കൊണ്ടുപോട്ടെ. മാലയല്ല എന്റെ പ്രശ്നം, മാനക്കേടാ. അവളെപ്പോലെ ഒരുത്തിയുടെ മുമ്പിൽ തോറ്റു എന്ന് പറഞ്ഞാ അത് നിസ്സാര കാര്യമാണോ? ഓ, ദേ വരുന്നു. എന്താടി? ഏട്ടത്തി എന്നോട് ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ദേ, നീ ഇനി ഒന്നും പറയാൻ നിക്കണ്ട. അവൾക്ക് പറയാനുള്ളത് പറയട്ടെ കൽപ്പനെ. നമ്മള് തമ്മിൽ എല്ലാരും കൂടി മത്സരം നടത്തി. സത്യം പറഞ്ഞാ അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ജയിച്ചു, നീ തോറ്റു എന്നൊക്കെ പറയാ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ദേ, നീ വലിയ പുണ്യാളത്തെ ചമയൊന്നും വേണ്ട. ജയിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ നീ ചെയ്തില്ലേ? ഓ, എല്ലാവരുടെ മുന്നിൽ നല്ല പേര് കിട്ടുകയും ചെയ്തല്ലോ. എന്നിട്ട് അവൾക്ക് താല്പര്യമില്ലായിരുന്നു പോലും. ഏട്ടത്തി ഒന്ന് മനസ്സിലാക്ക്. ഏട്ടത്തിക്ക് വേണമെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറായിരുന്നല്ലോ. ഞാൻ ചെയ്ത എന്റെ അഹങ്കാരമാണെന്ന് എല്ലാരും പറയും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നും അല്ല. എനിക്ക് കിട്ടിയ മാലയുണ്ടല്ലോ, വേണമെങ്കിൽ ഞാനത് ഏട്ടത്തിക്ക് തരാൻ തയ്യാറാ. എന്താ, നിനക്കത് വേണ്ടേ? അതിനേക്കാൾ വലിയൊരു കാര്യം എനിക്ക് വേണ്ട. നമ്മൾ തമ്മിൽ ആദ്യം ഒന്ന് അടുത്ത് വന്നതാ. അതിനിടയില ഈ നശിച്ച മത്സരം. അതങ്ങ് മറന്നേ കേട്ടത്തി. നമുക്കേ പഴയതുപോലെ പരസ്പരം സഹായിച്ചും പ്രശ്നങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കാം. ഏട്ടത്തി എനിക്കൊരു കാര്യം നടത്തി തന്ന ആ മാല ഞാൻ ഏട്ടത്തിക്ക് തരാം. ഞാൻ സത്യമായിട്ട് പറയുന്നതാ. കാര്യം പറ. എന്റെ ചേച്ചി അഭിനയിക്കുന്ന ആ സിനിമയുണ്ടല്ലോ, അത് പൂർത്തിയാവാൻ പാടില്ല. ഓ, അല്ല അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യണം. ഞാൻ ആഗ്രഹിച്ച കാര്യം തട്ടിയെടുക്കുന്നത് പോലെ അത് ചേച്ചിക്ക് കിട്ടിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് പൊറുക്കാൻ പറ്റില്ല. അതിന് ഷൂട്ടിംഗ് നടത്തുന്നത് നമ്മുടെ ആളുകളൊന്നും അല്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ? പറ്റും. പ്രിയങ്ക പറയുന്നത് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്. സിനിമ മുടക്കണമെങ്കിൽ അല്പം ക്രൂരമായി എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ ചേച്ചിയാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ട് വരരുത്. അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല. ഏട്ടത്തി എന്താന്ന് വെച്ചാ ചെയ്തോ. ചേച്ചി അങ്ങ് ചത്തുപോയാൽ എനിക്കൊരു കുഴപ്പമില്ല. എന്നാ പിന്നെ നീ പോയിക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ വന്നതും പറഞ്ഞതൊന്നും നീ ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ അല്ലേ? ചെറിയമ്മയ്ക്ക് എന്നെ സംശയമാണെങ്കിൽ ഇതാ പരിശോധിച്ചോ. സംശയമൊന്നുമില്ല, നീ ചെല്ല്. അതെ, സിനിമ മുടങ്ങിയാല് ആ മാല കൽപ്പനയ്ക്ക് കൊടുത്തേക്കണം. ഞാൻ വാക്ക് മാറില്ല. ഇവളെ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല. ചതിക്കാൻ മെടുക്കിയ. പക്ഷേ ഈ ചതി അവളുടെ തലയിൽ തന്നെ വന്ന് ചേരാനുള്ളതാ. ഞാനേ ഗൗതമിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഗൗതം, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ ടൗണില്. നീ
അത്യാവശ്യമായി രാധിക അഭിനയിക്കുന്ന ലൊക്കേഷനിലൊന്ന് പോണം. എന്താ? ആ സിനിമ പൂർത്തിയാവാൻ പാടില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ രാധികയ്ക്ക് എന്തെങ്കിലും പറ്റണം. ആ ലൊക്കേഷനിൽ അതിനുള്ള സാഹചര്യം ഉണ്ടോന്ന് ഗൗതമൻ അന്വേഷിക്കണം. അല്ല, അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? വേറെ ഏതെങ്കിലും കൊള്ളാവുന്നവരെ വിളിച്ച് ഞാൻ ഏൽപ്പിക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ ചെയ്യാം. ഞാൻ പോയി നോക്കാം അവിടെ. ഞാൻ ദേ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഗൗതം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഏത് കോട്ട മതിലിനും ഒരു വിള്ളലുണ്ടാവും. അത് കണ്ടുപിടിച്ചാ മതി. പിന്നെ കോട്ട തകർക്കാൻ എളുപ്പമാ. ആ മാല എനിക്ക് തന്നെ വേണം. ഒപ്പം ഇനി ഒരിക്കലും പ്രിയങ്കയെ രക്ഷപ്പെടുത്താനാവാത്ത വിധം കുരുക്കാൻ വേണം. അതിന് ഇത് കൊള്ളാവുന്ന മാർഗം. ഞാൻ തോൽക്കാൻ പാടില്ലെന്ന് ദൈവം തീരുമാനിച്ചാ പിന്നെ എനിക്ക് വഴി മുടക്കാൻ പറ്റുമോ? നമുക്ക് പോയാലോ ശ്യാമേ? പോകാൻ തോന്നുന്നില്ല ഏട്ടത്തി. ഇങ്ങനെയാകുമ്പോ മോളുടെ അടുത്ത് തന്നെ നിൽക്കുന്നൊരു ഫീലുണ്ട്. ശരി. ഹേയ് രാധിക, എന്താ സർ? താനെന്തിനാ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? തനിക്ക് ഫുഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തിനാ സർ അങ്ങനെ ഒരു പ്രത്യേകത? ഞാൻ ഇവരുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാം. സി രാധിക, സിനിമയ്ക്ക് ചില രീതികളുണ്ട്. അത് പെട്ടെന്നൊന്നും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. താൻ വരൂ, നമുക്കൊന്നിച്ചിരിക്കാം. സർ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നോണ്ട് എന്താ? അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് കൊണ്ടൊന്നുമില്ല. പക്ഷെ അതല്ലല്ലോ സിസ്റ്റം. അതൊക്കെ നമ്മൾ വിചാരിച്ച മാറ്റാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ഇവരൊക്കെ രാവിലെ മുതൽ കഷ്ടപ്പെടുന്നു, നമ്മളും കഷ്ടപ്പെടുന്നു. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? എല്ലാരും ഒരുപോലെയാണെന്ന് നമ്മൾ നല്ല ഉറക്കെ പറയുമല്ലോ സർ. എന്നിട്ടോ നമ്മളാരും അത് കാണിക്കുകയില്ല. അതെങ്ങനെ ശരിയാവുന്നേ? പിന്നെ എന്റെ കാര്യം, ഈ നിൽക്കുന്ന ഒരാളെക്കാളും വലുതൊന്നും അല്ല ഞാൻ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ, ദാരിദ്ര്യമുള്ളൊരു അച്ഛനും മോളും. എനിക്കിങ്ങനെ കഴിച്ചാലേ ഇറങ്ങൂ. ശിവോ,